അവളുടെ പേര് മീര എന്നായിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങളുമായി നഗരത്തിലെത്തിയ ഒരു സാധാരണക്കാരി. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജൂനിയർ എക്സിക്യൂട്ടീവായി ജോലി കിട്ടിയപ്പോൾ അവൾക്ക് അത് വലിയൊരു നേട്ടമായി തോന്നി. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത ആ ജോലി അവളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലൊന്ന് വൈകുന്നേരങ്ങളിൽ പാർക്കിൽ പോകുന്നതായിരുന്നു. അവിടെ വെച്ചാണ് അവൾ അവനെ കണ്ടുമുട്ടുന്നത്, ആകാശ്. ആദ്യമൊന്നും അവർ സംസാരിച്ചില്ല. പിന്നീട് ഒരു പുസ്തകം താഴെ വീണപ്പോൾ അത് എടുത്തുകൊടുക്കാൻ ചെന്നപ്പോഴാണ് അവരുടെ സൗഹൃദം തുടങ്ങുന്നത്. ആകാശ് ഒരു സാധാരണക്കാരനാണെന്നാണ് മീര കരുതിയത്. ഒരു ചെറിയ ജോലി, ചെറിയ വരുമാനം. പക്ഷേ അവന്റെ സംസാരത്തിൽ, ചിന്തകളിൽ ഒരു വലിയ ലോകമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള ഇഷ്ടം മീര തിരിച്ചറിഞ്ഞു. അവളും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ആകാശ് അവന്റെ ജോലിയെപ്പറ്റിയോ കുടുംബത്തെപ്പറ്റിയോ അധികം പറയാറില്ല. സാധാരണക്കാരെപ്പോലെ ബസ്സിൽ യാത്ര ചെയ്യും, ചെറിയ ചായക്കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ അവൾക്ക് അവന്റെ ലാളിത്യമായി തോന്നി. അവളുടെ കമ്പനിയിൽ ഒരു പുതിയ പ്രൊജക്ട് വന്നപ്പോൾ മീര അതിൽ മുഴുകി. ദിവസവും ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആകാശുമായി സംസാരിക്കാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ല. അവൻ അവളെ മനസ്സിലാക്കി. ജോലി കഴിഞ്ഞിട്ട് മതി നമ്മുടെ പ്രണയം എന്ന് അവൻ കളിയായി പറയുമായിരുന്നു. ഒരു ദിവസം മീരയുടെ പ്രൊജക്ട് അവതരിപ്പിക്കേണ്ടി വന്നു. കമ്പനിയുടെ വലിയ ഉദ്യോഗസ്ഥരും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കൂടാതെ പുതിയ എഴുതിയും ഉണ്ടാകുമെന്ന് മീര അറിഞ്ഞു. ഭയവും ആകാംക്ഷയും അവളെ വല്ലാതെ അലട്ടി. പ്രസന്റേഷൻ തുടങ്ങാറായപ്പോൾ മീര സ്റ്റേജിന് അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ എല്ലാവരെയും ഒരുവട്ടം ഓടിച്ചു. ആ സമയത്ത് പുതിയ ഗൈഡയെ പരിചയപ്പെടുത്താനായി ഒരാൾ മൈക്കിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോളാണവൾ ആ മുഖം കാണുന്നത്. അവളുടെ ജീവിതം തലകീഴായി മറിയാൻ പോവുകയാണെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞിരുന്നില്ല. അവിടെ സ്റ്റേജിൽ എല്ലാവരുടെയും മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആകാശാണ്. അവളെ അത്രയധികം സ്നേഹിക്കുന്ന, കൂടെ നടന്ന സാധാരണക്കാരനെന്ന് അവൾ വിശ്വസിച്ച ആകാശ്. അവളുടെ കമ്പനിയുടെ ഇവിടെ. മീര ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അവളുടെ ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. ആകാശ് അവളെ കണ്ടു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പക്ഷേ ആ കണ്ണുകളിൽ ഒരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇതാണ് ഞാൻ, എന്നെ ഇങ്ങനെ സ്വീകരിക്കാൻ നിനക്ക് കഴിയുമോ? അവന്റെ ഓരോ ചുവടും മീരയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അവനെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലോ എന്ന് അവൾ ചിന്തിച്ചു. എങ്കിലും അവൾക്ക് അവനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് അവളുടെ ലോകം, സ്വപ്നങ്ങൾ, ജോലി എല്ലാം വലുതായിരുന്നു. ഒരു വലിയ ലോകത്തിന്റെ ഭാഗമാകാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ ആ പഴയ ലോകത്തിലേക്ക്, ആ സ്വപ്നങ്ങളിലേക്ക് തിരികെ നടന്നു.